Welcome dear learners to Niels Academy, Scientific Officer Biology. In the previous class, we discussed classification of fungi and the subdivisions of fungi. The Eumycota, Mycota, അതായത് നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത് ലിപ്റ്റോമൈക്കോട്ട, മാസ്റ്റിഗോമൈക്കോട്ട ആൻഡ് സൈറ്റോമൈക്കോട്ടയാണ് നോക്കിയിരിക്കുന്നത്. And in this class, we have to discuss Ascomycotina, Basidiomycotina and Deuteromycotina. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഗ്രൂപ്പ് ആസ്കോമൈക്കോട്ടിന. ആസ്കോമൈക്കോട്ടിന എന്ന് പറയുന്ന ഫംഗസ് ഇറ്റ് ഇസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫംഗസ്, മോസ്റ്റ്ലി എല്ലായിടത്തും കാണുന്നതാണ്. അപ്പം ഈ ദിസ് ഫംഗൈ ഇസ് ഓൾസോ നോൺ ആസ് സാക്ക് ഫംഗൈ. സാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ അർത്ഥം, സാക്ക് ചാക്ക്. അപ്പം ഈ വൈ ദിസ് ഇസ് നോൺ ആസ് സാക്ക് ഫംഗൈ ബിക്കോസ് സീ ദീസ് സ്പോർസ് സ്പൊറാഞ്ചിയ ആർ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഫോംഡ് വിത്ത് സാക്ക് ലൈക്ക് സ്പൊറാഞ്ചിയാണ് ഉണ്ടാവുന്നത്. അപ്പം ഈ സാക്ക് ലൈക്ക് സ്പൊറാഞ്ചി ഈ ചേംബർ ദാറ്റ് ഈസ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, അപ്പം കൊണ്ടാണ് ഇതിന് സാക്ക് ഫംഗൈ എന്ന് പേര് വരുന്നത്. പിന്നെ കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈസ്റ്റ് നമ്മുടെ ബേക്കിംഗ് ഈസ്റ്റ്, പിന്നെ അതുപോലെ മോറൽസ്, ട്രഫൽസ്, ദെൻ പിങ്ക് മോൾസ്, പിന്നെ സർട്ടൻ പാരസൈറ്റിക് ഫോംസ്, പിന്നെ അതുപോലെ പെൻസിലിയം, ആന്റിബയോട്ടിക് ഫോംസ്. ദിസ് ഇസ് ഈസ്റ്റ്. ഇത് മോർഷല്ല എന്ന് പറയുന്ന എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ്. ഹൈലി എക്സ്പെൻസീവ് ഫോം ആണ് മോർഷല്ല. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ഫോംസ് ഇതില് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ആസ്കോമൈക്കോട്ടിനയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് അതിന്റെ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സാക്ക് ഫംഗൈ. അപ്പൊ ഇതിന്റെ മൈസീലിയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വെജിറ്റേറ്റീവ് ബോഡിയിൽ മൈസീലിയം വിൽ ബി വെൽ ഡെവലപ്ഡ് മൈസീലിയാണ് കാണുന്നത്. വെൽ ഡെവലപ്ഡ് ആണ്, എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ച്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മൾട്ടി സെല്ലുലാർ ആൻഡ് സെപ്റ്റേറ്റ്. മൾട്ടി ഫോംസ് മൾട്ടി ആണ്. ഒരു ഹൈപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സെപ്റ്റേറ്റ് മൈസീലിയാണ് വിത്ത് പോറസ് പാർട്ടീഷൻസ് ഉണ്ട്. സെൽസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് യൂണിന്യൂക്ലിയേറ്റ് ഫോംസും കാണുന്നുണ്ട്, മൾട്ടി ന്യൂക്ലിയേറ്റ് ഫോംസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ നൈബറിംഗ് ഹൈഫേ കോമൺ ആയിട്ട് കാണുന്ന അതാണ് ആസ്കോമൈക്കോട്ടയിൽ. ഓക്കെ, ആസ്കോമൈക്കോട്ടയിൽ ഇപ്പൊ രണ്ട് ഹൈഫേ അടുത്തടുത്ത് കിടക്കുകയാണെങ്കിൽ അത് തമ്മിൽ ഫ്യൂസ് ചെയ്യും. പിന്നെ അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മോട്ടൈൽ സെൽസ് ആബ്സെന്റ് ആയിരിക്കും. മോട്ടൈൽ സെൽസ് കാണില്ല എന്ന് വെച്ചാൽ ഫ്ലജലേറ്റഡ് ഫോംസ് ഒന്നും ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? Motile forms are absent in Ascomycotina, in the life cycle of Ascomycotina. Okay, and reproduction. About reproduction, sexual reproduction നടക്കുന്നുണ്ട്. Sorry, asexual reproduction. Asexual reproduction is taking place by the non-motile and exogenously produced conidia. Okay, അപ്പം എന്താണ് ഉണ്ടാവുന്നത്? കൊണീഡിയ ഫോം ചെയ്യുന്നുണ്ട് in asexual reproduction. Asexual reproduction conidia form ചെയ്യുന്നുണ്ട്. And next is this ascospores produce ചെയ്യുന്നുണ്ട്. Characteristic sexual spores ആണ് ഈ ascospores എന്ന് പറയുന്നത്. Ascospores, they are also known as meiospores. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് these ascospores. They are endogenously produced. അപ്പം ഏതാണ് എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൊണീഡിയ. Asexual spore ആയ കൊണീഡിയ, that is they are sexual spores ആണ്. They are exogenously produced and these ascospores are produced endogenously. Okay, endogenously. അപ്പം they are formed by meiosis in സാക്ക് ലൈക്ക് സ്പൊറാഞ്ചിയ. കണ്ടോ, ഈ സെക്ഷൽ സ്പോർസ് ഈ സാക്ക് ലൈക്ക് സ്പൊറാഞ്ചിയക്കകത്താണ് ഉണ്ടാവുന്നത്. അതിനെയാണ് ആസ്റ്റൈ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ടേം ഈ ഡിവിഷന്റെ പേര് വന്നത് ആസ്കോമൈക്കോട്ടിന. ഓക്കെ, അപ്പൊ ഈ ആസ്കസ് എന്ന് പറയുന്നത് അതിനകത്ത് contains definite number of ascospores. Ascospores എപ്പോഴും 8 എണ്ണേ കാണുള്ളൂ, അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾസിൽ. ഓക്കെ,
അപ്പൊ ആസ്കോമൈസെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. എപ്പോഴും എത്ര കാണുന്നു 8 ഓർ വിൽ ബി മൾട്ടിപ്പിൾസ് ഓഫ് 8. ആൻഡ് റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ആസ്കോ കാർപ്പ്. ഈ ആസ്കോ കാർപ്പിനകത്താണ് ധാരാളം ആസ്കോ ആസൈ അല്ലെങ്കിൽ ആസ്കോ സ്പോർസ് ഒക്കെ കാണുന്നത്. ഓക്കെ, റിക്രൂട്ടിംഗ് ബോഡി ഇസ് നോൺ ആസ് ആസ്കോ കാർപ്പ്. ദെൻ ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ മാത്രമേ കാണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്മോഗമി ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ കാരിയോഗമി. അപ്പം അതുകൊണ്ട് ഡൈകാരിയോട്ടിക് ഫേസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ in their life cycle. Examples are Morchella, Aspergillus, Penicillium, yeast. അപ്പൊ ഇതിന്റെ ഈ എക്സാമ്പിൾസ് പഠിച്ചേക്കുക. ദീസ് മോർഷെല്ല, ആസ്കോമൈക്കോട്ടിന ഫോംസ്, ആസ്കോമൈക്കോട്ടിനൊക്കെ എക്സാമ്പിൾസ് ഏതാന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. ഓക്കെ, then next we can see where they are found in the habitat. അപ്പൊ ഈ ആസ്കോമൈക്കോട്ടിന എന്ന് പറയുന്ന ascomycotin they are found in variety of habitats. Variety of habitats കാണുന്നുണ്ട്, അല്ലെങ്കിൽ variety of habitats and mode of life. എല്ലാ അതായത് സബ്ടെറേനിയൻ ആയിട്ട് കാണുന്നുണ്ട്, പാരസൈറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്, പിന്നെ അതുപോലെ ഫ്രഷ് വാട്ടറിൽ കാണുന്നുണ്ട്, അക്വാട്ടിക് ഫോംസിലുണ്ട്, സോൾട്ട് വാട്ടർ ഫോംസിലുണ്ട്. അങ്ങനെ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ ഈ ആസ്കോമൈസെറ്റസ് കാണുന്നതാണ്. ഇപ്പൊ ടെറസ്ട്രിയൽ സാപ്രോപ്സ് ഉണ്ട്, അതുപോലെ ഹൈഡ്രോജിയൻ, ബിലോ ദ സോയിൽ, സബ്ടെറേനിയസ്, പിന്നെ കോപ്രോഫൈലസ് മുന്നേ പറഞ്ഞിരുന്നു. എന്താ കോപ്രോഫൈലസ് എന്ന് പറഞ്ഞാൽ ഈ ഡങ് ഫംഗൈ, പൗഡർ ഡീക്കെയും ഡെട്രിറ്റസ് മാറ്ററിലൊക്കെ വളരുന്നത്, ഓർഗാനിക് മാറ്ററിലൊക്കെ വളരുന്നു കോപ്രോഫൈലസ്. ഓക്കെ, പിന്നെ അതുപോലെ പാരസൈറ്റിക് ഫോംസ് ഉണ്ട്. പാരസൈറ്റിക് ഫോംസിന് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദേ മേ ബി എൻഡോഫൈറ്റിക് ഓർ എക്ടോഫൈറ്റിക്. എൻഡോഫൈറ്റിക് ആണ്, എക്ടോഫൈറ്റിക് ആണ്. ആൻഡ് എക്സാമ്പിൾ ഇസ് Erysipelas, parasitic ascomycetes. This example ആണ് Erysipelas. ഓക്കെ, ആൻഡ് പാരസൈറ്റിക് ഫോംസ് കൂടുതൽ ഉണ്ടെങ്കിലും ചില ഫംഗസ് ഒക്കെ, അതായത് ഇനീഷ്യലി പാരസൈറ്റ് ആയിട്ട് കാണുമെങ്കിലും പിന്നെ ഇറ്റ് ബിക്കം സാപ്രോപ്സ്. അതായത് ഇതിന്റെ ലൈഫ് സൈക്കിളിൽ മുഴുവൻ പാരസൈറ്റ് തന്നെ ആയിട്ട് ഇരിക്കില്ല, പിന്നെ സാപ്രോപ്സ് ആയിട്ട് വളരെയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഈ മുന്നേ പറഞ്ഞ എരിസൈപ്പേൽസ് തന്നെയാണ്. പിന്നെ അനദർ കോമൺ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആസ്കോമൈക്കോട്ടിൻസ് പെൻസിലിയം ആൻഡ് ഈസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈസ്റ്റ്, പെൻസിലിയം ഇറ്റ്സ് എൻ സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്, പെൻസിലിയം. ഓക്കെ, then next we can see about the vegetative structure. അപ്പം നമ്മള് ഇതിന്റെ സൊമാറ്റിക് ഫേസ് പറഞ്ഞിരുന്നു, വെൽ ഡെവലപ്ഡ് എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ച്ഡ് മൈസീലിയ ആണ് കാണുന്നത്, മൾട്ടിസെല്ലുലാർ സെപ്റ്റേറ്റ് ആണ്. പിന്നെ അതുപോലെ യൂണിന്യൂക്ലിയേറ്റ് ഫോംസ് ഉണ്ട്, മൾട്ടിന്യൂക്ലിയേറ്റ് ഫോംസും കാണാം, എന്നാലും കൂടുതൽ യൂണിന്യൂക്ലിയേറ്റ് ഫോംസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് യൂണിന്യൂക്ലിയേറ്റ് ഫോംസ് ആണ് അതിൽ കൂടുതലും കാണുന്നത്. ആൻഡ് ഇൻ സം ഫോംസ് സച്ച് ആസ് in Pyronema, Diplodocus, Morchella, എക്സെട്ര, അതിലാണ് ഈ മൾട്ടി ന്യൂക്ലിയേറ്റ് ഫോംസ് കാണുന്നത്. ഓക്കെ, ബാക്കി എല്ലാത്തിലും യൂണിന്യൂക്ലിയേറ്റ് ഫോംസ് ആണ് കൂടുതലും കാണുന്നത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സെപ്റ്റ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ സെപ്റ്റ, ഈ അഡ്ജസന്റ് സെൽസ് ആർ സെപ്പറേറ്റഡ് ബൈ സെപ്റ്റ, അടുത്തടുത്ത് കിടക്കുന്നതെല്ലാം അങ്ങനെ സെപ്റ്റ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെപ്റ്റയ്ക്ക് ഒരു പോറുണ്ട്, സെൻട്രൽ പോറുണ്ട് സെപ്റ്റയ്ക്ക്. ഓക്കെ, പിന്നെ എന്റെ സെൽ വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഫംഗൽ കൈറ്റിൻ. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇത് പാരസൈറ്റിക് ഫോംസ് ഇവിടെ ധാരാളം കാണുന്നുണ്ട്. ഇപ്പൊ പാരസൈറ്റിക് ഫോംസ് ആണെങ്കിൽ ഈ ഇത് അതിന്റെ എന്താണ്, ഇറ്റ് വിൽ ബി ഫോമിങ് എ ഹോസ്റ്റോറിയ ഫോം ചെയ്യുന്നുണ്ട്. ഇന്റർസെല്ലുലാർ പാരസൈറ്റിക് സ്പീഷീസ് ഇന്റർസെല്ലുലാർ ആണ്, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഇന്റർസെല്ലുലാർ ഹോസ്റ്റോറിയ ഫോർ അബ്സോർപ്ഷൻ. ഏതാണോ ഹോസ്റ്റ് പ്ലാന്റ് അവിടെ ചെന്നിട്ട് ദേ പ്രൊഡ്യൂസ് ഇന്റർസെല്ലുലാർ ഹോസ്റ്റോറിയ. അപ്പം ഓക്കെ, ഹോസ്റ്റോറിയ പ്രൊഡ്യൂസ് ചെയ്യും ഇതിന് വേണ്ടിയിട്ട്, അബ്സോർബ് ചെയ്യാൻ, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മൈസീലിയ ഹോമോകാരിയോട്ടിക് കണ്ടീഷനിൽ കാണുന്നുണ്ട്, ആൻഡ് ഹെട്രോകാരിയോട്ടിക് കണ്ടീഷനിലും ഫോംസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ അത്രയാണ് പറഞ്ഞത്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, then next can have a look on to fungal tissue. അപ്പൊ ഫംഗൽ ടിഷ്യൂ
നമ്മൾ ഈ ഹൈഫയുടെ ക്യാരക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഹൈഫെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ടു ഫോം എ ഫംഗൽ ടിഷ്യൂസ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഫംഗൽ ടിഷ്യൂയുടെ പേര് പ്ലെക്ടൻ കൈമ എന്ന് പറഞ്ഞിരുന്നു അല്ലെ, പ്ലെക്ടൻ കൈമ. അപ്പൊ പ്ലെക്ടൻ കൈമ എത്ര തരത്തിലുണ്ട്? ഫ്രോസൻ കൈമ, സ്യൂഡോപാരം കൈമ, ഓർമ്മയില്ലേ പറഞ്ഞത്? ഫ്രോസൻ കൈമ ആൻഡ് സ്യൂഡോപാരം കൈമ. ഫ്രോസൻ കൈമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൂസ്ലി വോവൺ ആയിരിക്കും. ദെൻ സ്യൂഡോപാരം കൈമ എന്ന് പറയുമ്പോൾ ക്ലോസ്ലി വോവൺ ആയിരിക്കും. അപ്പം ചില സ്പീഷീസിൽ ഹൈഫെ ഇങ്ങനെ ടൈറ്റ്ലി ഇന്റർ ലേസ്ഡ് ചെയ്തിട്ടുണ്ടാവും, ഫോമിങ് സ്യൂഡോപാരങ്കൈമാറ്റ സ്ട്രക്ചർ. അതിന്റെ പേരാണ് സ്ക്ലിറോഷ്യ. ഓക്കെ, സ്യൂഡൻ പാരങ്കൈമാറ്റസ് മാസ്കോൾ സ്ട്രോമാറ്റയും കാണാൻ പറ്റും സ്ക്ലിറോഷ്യ. സ്ക്ലിറോഷ്യൊക്കെ അതായത് നമ്മൾ ഇങ്ങനെ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഫംഗസിന് അൺഫേവറബിൾ കണ്ടീഷൻ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്നതാണ് ഈ സ്ക്ലിറോഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് സ്ക്ലിറോഷ്യ. Then next we can see about reproduction. മുന്നേ പറഞ്ഞിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ, പിന്നെ സെക്ഷൽ സ്പോർട്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 റീപ്രൊഡക്റ്റീവ് ഫേസസ് കാണുന്നുണ്ട്. ഒന്ന് നോൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. അപ്പൊ ആദ്യത്തേത് നോൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫേസ് എങ്ങനെയാന്ന് നോക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷനുമാണ് ഈ ഇതിൽ കാണുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നോൺ സെക്ഷൽ വേസിൽ നടക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് സാധാരണ ലോവർ ഫോംസിലൊക്കെ. അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അതേപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ അറിയാം, സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പം അങ്ങനെയാണ് ഹൈഫെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ മൈസീലിയം ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ഫ്രാഗ്മെന്റ്സ് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടന്നിട്ട് അതിന് വീണ്ടും ഒരു പുതിയ മൈസീലിയ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൈസീലിയ ആയിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഇങ്ങനെയാണ് ഫ്രാഗ്മെന്റേഷൻ, ദാറ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ as fragmentation. And next we can see fission എങ്ങനെയാണ്? അപ്പൊ ഈ ആസ്കോമൈസെറ്റസ് യൂണിസെല്ലുലാർ താലസ് ഉള്ള ആസ്കോമൈസെറ്റസിന് മാത്രമേ ഫിഷൻ നടക്കുള്ളൂ. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഏതാ ഓർമ്മ വരണം? യൂണിസെല്ലുലാർ ഫോംസ് ഈസ്റ്റ് അല്ലേ? അപ്പൊ ഫിഷൻ നടക്കുന്നത് ഈസ്റ്റില്. അപ്പൊ അതില് ഈസ്റ്റ് ബഡിങ് നടക്കുന്നുണ്ട്, ഫിഷനും നടക്കുന്നുണ്ട് ഈസ്റ്റില്. അപ്പൊ ഫിഷൻ നടക്കുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാല് മോഡിഫൈഡ് മൈറ്റോട്ടിക് ഡിവിഷൻ തന്നെയാണ് നടക്കുന്നത്. മൈറ്റോസിസ് പോലെ തന്നെയാണ് ഈ ഫിഷൻ നടക്കുന്നത്. ആൻഡ് പിന്നെ അടുത്തതാണ് ബഡിങ് എന്ന് പറയുന്നത് അറിയാം. ബഡിങ് അതും ഈസ്റ്റിൽ തന്നെയാണ് കോമൺലി കാണുന്നത്. സെക്കാറോമൈസസ് ഈസ്റ്റ്. ഇപ്പൊ മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ബൈനറി ഫിഷൻ ആണ് ഈ ബഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷന് മോഡിഫൈഡ് ടൈപ്പ് ഓഫ്. അപ്പൊ ഈ പാരന്റ് സെല്ലിൽ നിന്ന് ഒരു സ്മോൾ പ്രൊട്രൂബറൻസസ്, ഇങ്ങനെ ഒരു സ്മോൾ ബഡ് ഉണ്ടാവുന്നു. അത് സ്വെൽ ചെയ്ത് എൻലാർജ് ചെയ്തിട്ട് ആ പാരന്റ് സെല്ലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ആ ബഡ് എവിടെ ചെന്ന് വീഴുന്നു അവിടുന്ന് ദാറ്റ് ബഡ് ക്യാൻ ലീഡ് ആൻ ഇൻഡിപെൻഡന്റ് ലൈഫ്. ഓക്കെ, അവിടുന്ന് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പുതിയൊരു ഹൈഫെ അല്ലെങ്കിൽ ഹൈഫെ ഉണ്ടായി അത് റീജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ബഡിങ്. അപ്പൊ ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഏതിലാണ്? ബഡിങ്ങില്. അപ്പൊ ഇനി നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയ നോക്കാം എങ്ങനെയാണ്. Sexual reproduction mainly that occurs by the formation of conidia, oidea and chlamydophores. കൊണീഡിയ പേര് ഇമ്പോർട്ടന്റ് ആണ്. ഏതിലാണ് ഈ കൊണീഡിയ ഓയിഡിയ എവിടെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻഡോജീനസ് ആണോ എക്സോജീനസ് ആണോ? എക്സാമ്പിള് ഇത് നോക്കിയേക്കുക. ഓക്കെ, അപ്പം കൊണീഡിയ എന്ന് വെച്ചാല് കോമണസ്റ്റ് മെത്തേഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആസ്കോമൈക്രോട്ടിനയിൽ കാണുന്ന ഒരു കോമൺ മെത്തേഡ് ആണ് കൊണീഡിയ ഫോർമേഷൻ. ഈ കൊണീഡിയ എങ്ങനെ ഉണ്ടാവുന്നത്? ദേ ആർ എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കണ്ട കൊണീഡിയ എക്സോജീനിയസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് നോൺ മോട്ടൈൽ ആണ്. ഡെസീരിയസ് അസെക്ഷൽ സ്പോർസ് ആണ് ഈ കൊണീഡിയ എന്ന് പറയുന്നത്. ടിപ്പിൽ കണ്ടില്ലേ കൊണീഡിയ റൗണ്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അപ്പൊ ഇതിനെയാണ് കൊണീഡിയ. അപ്പൊ ഇതിനൊരു ഈ കൊണീഡിയ ഉണ്ടാവുന്നത് ഒരു സ്റ്റോക്ക് ഉണ്ട്.
സി ദിസ് ഇസ് ഇതുണ്ടോ, ഇതാണ് കൊണീഡിയ. ഇതെല്ലാം കൊണീഡിയാണ്. ഇതിനൊരു സ്റ്റോക്ക് ഉണ്ട്. ദിസ് ഇസ് ദ സ്റ്റോക്ക്, ദിസ് ഇസ് ദ സ്റ്റോക്ക്, ദിസ് ഇസ് ദ സ്റ്റോക്ക്. അപ്പൊ ഇതിന്റെ എല്ലാം സ്റ്റോക്കിനെ പറയുന്നതാണ് കൊണീഡിയോഫോഴ്സ്. അപ്പൊ ഈ കൊണീഡിയോഫോഴ്സ് ചില കേസിൽ ബ്രാഞ്ച്ഡ് ആയിരിക്കും, ചില ഇതിൽ അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. എക്സാമ്പിൾ ബ്രാഞ്ച്ഡ് പെൻസീലിയത്തിൽ നമുക്ക് ബ്രാഞ്ച്ഡ് ആയിട്ട് കാണുന്നുണ്ട്, ആൻഡ് അൺബ്രാഞ്ച്ഡ് ആയിട്ട് ആസ്പെർജില്ലസിൽ കാണുന്നുണ്ട്. ചിലതിൽ യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്. ഈ കൊണീഡിയ ആൻഡ് കൊണീഡിയ ഫസ്റ്റ് ലോങ് ബ്രാഞ്ച്ഡ് ആയിരിക്കും. എങ്ങനെയായാലും ഇതിന്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഈ ടിപ്പില് ടെർമിനലി ആണ് അവിടെ ക്ലസ്റ്റർ ആയിട്ട് ഒരു സ്റ്റെറിഗ്മാറ്റ ഫോം ചെയ്യുന്നത്. സ്റ്റെറിഗ്മാറ്റ ഇസ് ഫോം ഹിയർ. ദിസ് ഇസ് ദ സ്റ്റെറിഗ്മാറ്റ. ആൻഡ് ഈ സ്റ്റെറിഗ്മാറ്റയിലാണ് ഈ സ്റ്റെറിഗ്മാറ്റ വീണ്ടും എന്തായി മാറുന്നു? ദാറ്റ് പ്രൊഡ്യൂസസ് കൊണീഡിയ ഇൻ എ ചെയിൻ ഓഫ് കൊണീഡിയ. കണ്ടില്ല ഇവിടെ ചെയിൻ ഓഫ് കൊണീഡിയ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയിൻ ഓഫ് കൊണീഡിയ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കൊണീഡിയ പല ഫോംസിൽ അറൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കൊണീഡിയോഫോഴ്സ് മേ ബി ഓർഗനൈസ് ഇൻടു സെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് പലതരത്തിൽ കാണുന്നുണ്ട്. അതായത് പിക്നീഡിയ, ദെൻ അസർവുലസ്, different kinds of Conidia. Pycnidia may get organized into asexual fruiting bodies such as Pycnidia, Acervulae, Orocodia, and Cinemata. ഏതൊക്കെയാണ്? പിക്നീഡിയ, അസർവലൈ, സ്പോറോപോഡിയ ആൻഡ് സിനിമാറ്റ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണ് അല്ല എങ്ങനെയാണ് നമുക്ക് നോക്കാം. കാണുന്നില്ല ഇവിടെ. അപ്പം പിക്നീഡിയം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്ട്രക്ചർ പിക്നീഡിയം ഹോളോ ആണ്, ഗ്ലോബോസ് ആണ്, ഒരു ഫ്ലാസ്ക് ഷേപ്പ് ഫ്രൂട്ടിംഗ് ബോഡി. കണ്ടില്ലേ ഇതിന്റെ ഷേപ്പ്? ഫസ്റ്റ് വൺ ഫ്ലാസ്ക് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഇതിൽ കാണുന്നത്. ഹോളോ, ദിസ് ഇസ് എ ഫ്ലാസ്ക് ഷേപ്പ് ഫ്രൂട്ടിംഗ് ബോഡി. സൂഡോ പാരങ്കൈമാറ്റസ് വാൾ ഉണ്ട്. ഇതാണ്ടോ സൂഡോ പാരങ്കൈമാറ്റസ് വാൾ ഉണ്ട്, ലൈൻഡ് വിത്ത് കൊണീഡിയോഫോഴ്സ്. അപ്പൊ ഇതിന് ചുറ്റും കൊണീഡിയോ ലൈൻ വിത്ത്, പിന്നെ ഇതിന്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ദാറ്റ് ഓപ്പണിംഗ് ഇസ് നോൺ ആസ് ഓസ്റ്റിയോ. പിന്നെ അടുത്തതാണ് അസർവുലസ്. ദിസ് ഇസ് അസർവുലസ്. അസർവുലസ് എന്ന് പറയുന്നത് ഇതിനൊരു സോസർ ഷേപ്പ് ആണ്. അസർവുലസ് ഷേപ്പ് എങ്ങനെയാണ്? ഇതിന്റെ ഷേപ്പാണ് പിക്നീഡിയത്തിന്റെ ഫ്ലാറ്റ് ഷേപ്പ് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു സോസർ ഷേപ്പ് സ്ട്രക്ചർ ആണ്. അതിന്ന് ഷോർട്ട് ആൻഡ് ക്ലോസ്ലി പാക്ഡ് സീഡ്സ്, അത് കൊണീഡിയോഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അസർവുലസ് എന്ന് പറയുന്ന പാരസിറ്റിക് ഫംഗയുടെ ക്യാരക്ടേഴ്സ് ആണ്. ദിസ് ഇസ് എ ഹോസ്റ്റ് എപ്പിഡമിസ്. മുകളിലത്തെ ലെയർ കാണില്ലേ, എപ്പിഡമൽ ലെയർ. ഈ എപ്പിഡമൽ ലെയേഴ്സിന്റെ ബിനീത്ത് എപ്പിഡമിസ് പ്രൊഡ്യൂസേഴ്സ് അസർവുലസ്. അവിടെയാണ് അസർവുലസ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാരസിറ്റിക് ഫംഗൈ. പാരസിറ്റിക് ഫംഗയിലാണ് കാണുന്നത്. ക്ലിയർ? Then next is Sporopodia. See, this is the Sporopodia. Sporopodia എന്ന് പറയുന്നത് ഹെമിസ്ഫെറിക്കൽ അല്ലെങ്കിൽ ഒരു ബാരൽ ഷേപ്ഡ്, കണ്ടോ ബാരൽ ഷേപ്ഡ് ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഇവിടെ കാണുന്നുണ്ട്. ഇതിന്റെ ലോവർ പോർഷൻ ഇവിടെ താഴെ കാണുന്നത് എന്ന് പറയുന്നത് ഒരു കുഷ്യൻ ലൈക്ക് മാസ് ഓഫ് ഹൈഫയാണ് കാണുന്നത്. അപ്പർ പോർഷനിൽ യു ക്യാൻ സി കൊണീഡിയോഫോർ ഫോം ചെയ്തിരിക്കുന്നു. സി ദ ലോവർ പോർഷൻ കുഷ്യൻ ലൈക്ക് ആൻഡ് അപ്പർ പോർഷൻ ഇസ് കൊണീഡിയോഫോർ ഫോം ചെയ്തിരിക്കും. പിന്നെ അടുത്തതാണ് സിനിമ എന്ന് പറയുന്നത് സി ദിസ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡയഗ്രാം. അപ്പൊ ഇത് കണ്ട കൊണീഡിയോഫോഴ്സ് ഉണ്ട്. ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണ്. കൊണീഡിയോഫോഴ്സ് ക്ലോസ്ലി പാക്ഡ് ആണ്, അപ്ലൈഡ് ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ട്, യുണൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടിട്ടിരിക്കുകയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിന് ടിപ്പില് ഫോം സി കൊണീഡിയ. ഓക്കെ, അപ്പൊ ഈ കൊണീഡിയ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിലും അത് മെച്യൂർ ആയി കഴിഞ്ഞാൽ അത് ഡെസീഡിയസ് ആണ്. അത് ഡിറ്റാച്ച് ഫ്രം ദി കൊണീഡിയോഫോഴ്സ്. ഏത് ഫോംസിലാണെങ്കിലും മെച്യൂർ ആയി കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ ഡിറ്റാച്ച് ഫ്രം ദി കൊണീഡിയോഫോഴ്സ് ആൻഡ് ഗെറ്റ്. അപ്പം അതെങ്ങനെ വിൻഡിന്റെ സഹായത്തോടുകൂടെ പറന്ന് എവിടെയാണോ അതിനെ പറ്റിയ സബ്സ്ട്രാറ്റം കിട്ടുന്ന അവിടെ ജെർമിനേറ്റ് ചെയ്ത് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ജെർം ട്യൂബ് എലോങ്ങേറ്റ് ചെയ്ത് പുതിയൊരു മൈസീലിയ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ഓയിഡിയ. അപ്പം ഓയിഡിയ പ്രൊഡ്യൂസ് ആസ്കോമൈസിറ്റിസ് ആൻഡ്
അതില് ചില ഇതില് സെപ്റ്റേറ്റ് ഹൈഫയില് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് ആ സമയത്ത് പിന്നെ എന്താ ചെയ്യുന്നത്? അണ്ടർഗോ അഡീഷണൽ സെപ്റ്റേഷൻ ഉണ്ടായിട്ട് പിന്നെ യൂണിസെല്ലുലാർ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രാഗ്മെന്റ്സിനെയാണ് ഓയിഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓയിഡിയ യൂണിസെല്ലുലാർ ഫ്രാഗ്മെന്റ്സ്, അപ്പൊ ദീസ് ഫ്രാഗ്മെന്റ്സ് ആർ ബിഹേവിംഗ് ആസ് നോൺ റെസിസ്റ്റന്റ് അസെക്ഷൽ സ്പോർസ്. അപ്പൊ ഓയിഡിയ എന്ന് പറയുന്ന നോൺ റെസിസ്റ്റന്റ് അസെക്ഷൽ സ്പോർസ് ആണ്. വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഈ ഓയിഡിയ എല്ലാം അത് കഴിഞ്ഞാൽ പിന്നെ അതിന് മൈസീലിയ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ? Then next one is chlamydospores. Chlamydospores എന്ന് പറയുന്നത് thick ആണ്, large thick walled ആണ്, and highly resistant spores ആണ്. Okay, അപ്പൊ ഈ ക്ലമൈഡോസ്പോർസ് ഇങ്ങനെ റെസിസ്റ്റന്റ് ആന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഒക്കെ അതിന്റെ പോയി, അതായത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ ക്ലമൈഡോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു മൈസീലിയ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇത്രയും നോൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ. Then next we can see about sexual reproduction in ascomycetes. So ഇതില് ascomycetes sexual reproduction മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ആസ്കോഗോണിയം ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ആസ്കോഗോണിയം ഫോം ചെയ്യുന്നുണ്ട് മെയിൻലി ഫ്രം ദി ആസ്കോജീനസ് ഹൈഫേ. സെക്ഷൽ എവല്യൂഷന്റെ റിസൾട്ട് ആണ് ആസ്കോഗോണിയം. ആസ്കസ് മദർ സെൽ എന്ന്, അതായത് ടു ന്യൂക്ലിയ ഓഫ് ദ ആസ്കസ് മദർ സെൽ അണ്ടർഗോ ഫ്യൂഷൻ. ആസ്കസ് മദർ സെല്ലിന് രണ്ട് ന്യൂക്ലിയ ഫ്യൂസ് ചെയ്തിട്ട് യങ് ആസ്കസ് വിത്ത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് വിൽ ബി ഫോംഡ്. ഒരു യങ് ആസ്കസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നോക്കാം. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. പ്ലാസ്മോഗമി നടക്കുന്നുണ്ട്, കാരിയോഗമി നടക്കുന്നുണ്ട്, ആൻഡ് മിയോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് sexual reproduction is usually initiated by plasmogamy. That is അറിയാം എല്ലാവർക്കും, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. അപ്പം അത് ചില കേസസ് കാരിയോഗമി നടക്കും. കാരിയോഗമി നടന്നു കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി പ്ലാസ്മോഗമി നടക്കും. ഓക്കെ, ആൻഡ് ഇൻ സം കേസസ് പ്ലാസ്മോഗമി is not immediately followed by karyogamy. Clear ആയോ? And sexually reproducing mycelia are either homothallic or heterothallic. Homothallic forms and heterothallic forms and fertilization can be isogamous അല്ലെങ്കിൽ anisogamy. Isogamous അല്ലെങ്കിൽ heterogamous ആവും. മെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആന്ത്രീഡിയ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആസ്കോഗോണിയ. മെത്തേഡ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പൊ കോമണസ്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കോമണസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ആദ്യത്തേത് ഹോളോഗമി. ഹോളോഗമി എന്ന് പറയുന്നത് ഇതിവിടെ എന്താ നടക്കുന്നത്? ഫ്യൂഷൻ ഓഫ് ടു മെച്യൂർ സെൽസ് which become completely changed into gametangia. രണ്ട് മെച്യൂർ സെല്ല് ഫ്യൂസ് ചെയ്തിട്ട് ഗാമറ്റാൻജിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കോമൺലി ഇത് നടക്കുന്നത്, ഹോളോഗമി നടക്കുന്നത് ഈസ്റ്റില് here two somatic cell gametangia ആയിട്ട് ഫോം ചെയ്യുന്നു and fused to form a diploid zygote. Diploid zygote ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈഗോട്ട് എന്താ ചെയ്യുന്നത്? സൈഗോട്ടിക് സെൽസ് as such ഈ സൈഗോട്ട് സെല്ല് ആസ്കസ് മദർ സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് ആസ്കസ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. And inside the ascus 8 ascospores are produced. എത്ര എണ്ണം? 8 ascospores ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം in hologamy plasmogamy may not be immediately followed by
കാരിയോഗമി. അപ്പൊ അതുകൊണ്ട് there will be a brief dikaryotic phase. ഞാൻ മുന്നേ പറഞ്ഞതാണ്, ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡ്യൂറേഷനിലെ കാണുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഹോളോഗമിയില് നടക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഗാമറ്റാൻജിയൽ പോപ്പുലേഷൻ. അപ്പൊ ഗാമറ്റാൻജിയൽ പോപ്പുലേഷനിൽ അവിടെ എന്താ നടക്കുന്നത്? ഫ്യൂഷൻ ബിറ്റ്വീൻ സിമിലർ ഗാമറ്റാൻജിയാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഗാമറ്റാൻജിയൽ പോപ്പുലേഷൻ. അപ്പൊ ഈ സിമിലർ ഗാമറ്റാൻജിയ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ സെല്ല് ഉണ്ടല്ലോ, ആ ഫ്യൂസ് ചെയ്ത സെല്ല്, ആ സെല്ല് എന്തായിട്ട് മാറുന്നു? ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ആസ്കസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ആസ്കസിനകത്ത് 8 ആസ്കോസ്പോസ് ഉണ്ടാവുന്നു. ഓക്കെ, 8 ആസ്കോസ്പോസ് ഉണ്ടാവുന്നു. ഗാമറ്റാൻജിയൽ പോപ്പുലേഷനിൽ പ്ലാസ്മോഗമി ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ കാരിയോഗമി. സോ ഡൈകാരിയോട്ടിക് phase is absent. Plasmogamy immediately followed by karyogamy. The gametangial population is found in lower group. എന്താണ് അതിന്റെ പേര്? റിമാസ്കസ്. ഓക്കെ, റിമാസ്കസ്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഗാമറ്റാൻജിയൽ കോണ്ടാക്ട്. അപ്പൊ ഇവിടെ പേര് പറയുമ്പോൾ തന്നെ അറിയാം, ക്ലോസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഗാമറ്റാൻജിയൽ ഗാമേറ്റ്സ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഏത് ഗാമേറ്റ്സ് ആയിരിക്കും? മെയിൽ ആൻഡ് ഫീമെയിൽ, ആന്ത്രിഡിയം ആൻഡ് ആസ്കോഗോണി. ഓക്കെ, അപ്പൊ ഈ ആന്ത്രിഡിയം ആസ്കോഗോണിയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ചുമ്മാ വന്ന് കോണ്ടാക്ട് ചെയ്യണോ? അല്ല. അപ്പൊ ത്രൂ എ റിസപ്റ്റീവ് ഓർഗൻ കോൾഡ് ട്രൈക്കോഗൈഡ്. കണ്ടോ, ഇമ്പോർട്ടന്റ് ആണ് ട്രൈക്കോഗൈഡ്. അപ്പൊ ഈ ആസ്കോഗോണിയത്തിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് പ്ലാസ്മോഗമി, ന്യൂക്ലിയർ പെയറിംഗ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഡൈകാരിയോൺ. ഡൈകാരിയോൺ ഫോം ചെയ്യുന്നു, ഫോർമേഷൻ ഓഫ് ഡൈകാരിയോൺ. പിന്നെ അതുപോലെ ട്രൈക്കോഗൈൻ. ഇതൊക്കെ ഗാമറ്റാൻജിയൽ കോണ്ടാക്ട് നടക്കുമ്പോൾ കാണുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡ് സ്പെർമറ്റൈസേഷൻ. സ്പെർമറ്റൈസേഷൻ എന്ന് പറയുന്നത് ഈ ചില ആസ്കോമൈസെറ്റ്സിൽ ആന്ത്രിഡിയം ഫോം ചെയ്യുന്നില്ല. പകരം എന്താ, സ്പെഷ്യലൈസ്ഡ് സെക്സ് സെൽസ്, അതിന്റെ പേരാണ് സ്പെർമേഷ്യ, ഫോംഡ് ഇൻ സർട്ടൻ ഹൈഫേ. ഓക്കെ, സെക്സ് സെൽസ്, സ്പെഷ്യലൈസ്ഡ് സെക്സ് സെൽസ്, അതിന്റെ പേരാണ് സ്പെർമേഷ്യ. സ്പെർമേഷ്യയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ സ്പെർമേഷ്യ എന്താ ചെയ്യുന്നത്? ഈ പാരന്റ് സെല്ലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് ഇൻസെക്ട്സ് അല്ലെങ്കിൽ വിൻഡിൽ നിന്നൊക്കെ ഇങ്ങനെ കാറ്റിലൂടെയൊക്കെ പോയി എവിടെ വീഴുന്നു, അവിടെ നിന്ന് പുതിയൊരു ലാൻഡിങ് ഓൺ ദി ട്രൈക്കോഗൈൻ ഓഫ് ആസ്കോഗോണിയം. ആസ്കോഗോണിയത്തിൽ സ്പെർമാഷ്യൽ ന്യൂക്ലിയൈ സ്പെർമാറ്റിഡ്, അതായത് എന്താണ്, മൈഗ്രേറ്റ് ചെയ്തിട്ട് ആസ്കോഗോണിയത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ പെയർ ചെയ്തിട്ട് ആസ്കോഗോണിയൽ ന്യൂക്ലിയോ ആയിട്ട് പെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ പ്രോസസ്സിനെയാണ് സ്പെർമറ്റൈസേഷൻ എന്ന് പറയുന്നത്. സ്പെർമറ്റൈസേഷൻ. നെക്സ്റ്റ് സൊമാറ്റോഗമി. സൊമാറ്റോഗമി എന്ന് പറയുന്നത് ഇവിടെ 2 കോമ്പാക്റ്റബിൾ സൊമാറ്റിക് ഹൈഫേ. കോമ്പാക്റ്റബിൾ എന്ന് പറയുമ്പോൾ ഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അത് ഹൈഫേ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ഓപ്പോസിറ്റ് സ്ട്രെയിൻ, പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിൻ ഉള്ളത്. രണ്ടും സിമിലർ സ്ട്രെയിൻസ് അല്ല, പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിൻസ്. അങ്ങനെ ഓപ്പോസിറ്റ് സ്ട്രെയിൻസ് ഉള്ളത്, ഓപ്പോസിറ്റ് സ്ട്രെയിൻസ് ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ കോമ്പാക്റ്റബിൾ ആയിരിക്കും. അപ്പൊ ആ കോമ്പാക്റ്റബിൾ ഫോംസ് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസ് ഫ്രം വൺ ഹൈഫേ അത് അടുത്ത ഹൈഫയിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് പിന്നെ ആസ്കോഗോണിയയിലെത്തുന്നു. ആസ്കോഗോണിയയിൽ എത്തിക്കഴിഞ്ഞാൽ ടേക്സ് പ്ലേസ് ദ പെയറിംഗ് ബിറ്റ്വീൻ കോമ്പാക്റ്റബിൾ ന്യൂക്ലിയസ്. കോമ്പാക്റ്റബിൾ ന്യൂക്ലിയസ് തമ്മിൽ പെയർ ചെയ്യുന്നു. സ്പെർമറ്റൈസേഷൻ നടക്കുന്നു. സ്പെർമറ്റൈസേഷൻ എന്താണ്, എവിടെയാണ് നടക്കുന്നത്? ഓഫ് കോഴ്സ് ഇൻ ദോസ് സ്പീഷീസ് in which antheridia and spermatia are not produced. Okay, അപ്പൊ അതിനെയാണ് സൊമാറ്റോഗമി എന്ന് പറയുന്നത്. സൊമാറ്റോഗമി. These are the different methods of sexual reproduction. അപ്പൊ നമ്മളിപ്പോ ആസ്കസ് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇനി എങ്ങനെയാണ് ആസ്കസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ആസ്കസ് മോസ്റ്റ്ലി ലോവർ ഗ്രൂപ്പ് ഓഫ് ഫംഗീസിലൊക്കെ കാണുന്നതാണ്. അപ്പൊ ഈ ആസ്കസ് എന്ന് പറയുന്നത് വെൽ ഡിഫറൻഷിയേറ്റഡ് സെക്സ് ഓർഗൻസ് ഒന്നും ഇവിടെ ഇതിൽ ആസ്കോമൈക്കോട്ടനയിൽ കാണില്ല. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? സെൽ ഫ്രം ഹൈഫേ ഇസ് ആക്ടിങ് ആസ് മെയിൽ സെൽ. ഒരു സെല്ല് എന്തെന്നാ ആക്ടിങ് ആസ് മെയിൽ സെൽ. അനദർ സെൽ ഫ്രം ദി സെയിം ഹൈഫേ, എവിടത്തെയാണ്? സെയിം ഹൈഫേയാണ് ഫീമെയിൽ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ സെൽസ്, മെയിലും ഫീമെയിൽ സെല്ലുമായിട്ട് ആക്ട് ചെയ്യുന്ന സെൽസ് എന്ത് ചെയ്യുന്നു? ഈ 2 സെല്ലും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്തിട്ട് ദേ ഫോം എ സിംഗിൾ ഡിപ്ലോയിഡ് സെൽ.
single diploid cell ഉണ്ടാവുന്നു. And this cell enlarges in size and forms an ascus. മനസ്സിലായോ? അപ്പൊ ആസ്കസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന്? അപ്പൊ അങ്ങനെ enlarge ചെയ്ത് ആസ്കസ് ആവുന്നു. അപ്പൊ ഈ ആസ്കസ് ഡെവലപ്മെന്റ് is direct in lower ascomycotines. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് എന്ന് വെച്ചാൽ the fusion ന്യൂക്ലിയസ്. അപ്പൊ ഇത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് അണ്ടർഗോസ് മിയോസിസ്. മിയോസിസ് ആണ് ആദ്യം നടക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് മൈറ്റോസിസ് നടക്കുന്നത്. ഓക്കെ, മിയോസിസ് ദെൻ മൈറ്റോസിസ്. ആദ്യം മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു, പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ആൻഡ് ദസ് 8 ഹാപ്ലോയിഡ് ഡോട്ടർ ന്യൂക്ലിയൈ വിൽ ബി ഫോംഡ് which develop into ascospores. 8 ന്യൂക്ലിയസ്. ഓക്കെ, 8 ഹാപ്ലോയിഡ് ആണ് ഡോട്ടർ ന്യൂക്ലിയൈ ഉണ്ടാവുന്നു, അതാണ് ആസ്കോസ്പോർസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സി മെയിൽ ഹൈഫേ ആൻഡ് ഫീമെയിൽ ഹൈഫേ. അതില് ascomycetes, see this is a trichogine. അപ്പൊ ഇത് അതിന്റെ ആന്ത്രേഡിയം, ആന്ത്രേഡിയത്തിലെ മെയിൽ ന്യൂക്ലിയൈ കാണാൻ പറ്റുന്നു. ദിസ് ഇസ് ഫീമെയിൽ ന്യൂക്ലിയൈ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹൈഫേ, അപ്പൊ ഹയർ ആന്ത്രേഡിയൻ ആസ്കോഗോണിയ. ഹയർ ലോവർ ഗ്രൂപ്പിന്റെ കാര്യത്തിലാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഹയർ ഫോംസിൽ ആന്ത്രേഡിയം ആസ്കോഗോണിയ ഒക്കെ വെൽ ഡെവലപ്ഡ് ആണ്. ഈ മുന്നേ ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, ആന്ത്രേഡിയം and ascogonium, the higher formula. For example, aspergillus. Ascogonium may be unicellular, multicellular. In some species, unicellular or multi-receptive organ called trichogine. They will contain trichogine, male and female connect trichogine form. Trichogine trichogine ascogonium project form. Okay, trichogine receives male gamete, male nucleus. Trichogine മെയിൽ ന്യൂക്ലിയസ്. ഇത് മെയിൽ ന്യൂക്ലിയസ് ഇവിടെ കാണുന്നില്ല, ഈ ഡയഗ്രത്തിൽ നോക്കിയ മെയിൽ ന്യൂക്ലിയസ് ഇരിക്കുന്ന ഈ മെയിൽ ന്യൂക്ലിയസിലൂടെ മെയിൽ ന്യൂക്ലിയസ് എങ്ങനെ ട്രൈക്കോകൈനിലൂടെ ട്രൈക്കോകൈൻ വഴി എവിടെ എത്തുന്നു? ഫീമെയിൽ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, and during fertilization, nucleus fertilization. During fertilization, the multinuclear protoplasm of antheridium flows into the ascogonium through trichogine. So plasmogamy plasmogamy and close pairing between male and female nucleus of cus. Plasmogamy നടക്കുന്നുള്ളൂ, കാരിയോഗമി നടക്കുന്നില്ല. Plasmogamy and forms a dikaryon. അപ്പൊ അങ്ങനെ dikaryon ഉണ്ടായി. അപ്പൊ this plasmogamy results in the dicaryotization of ascogonium. എന്തുണ്ടായി? അപ്പൊ എന്താ സംഭവിച്ചത് അവിടെ? Dicaryotization നടന്നു. Dicaryotization. From the dicaryotized ascogonium, non-septate protuberances are given out. കണ്ടില്ലേ? അതിനെയാണ് ascogenous hyphae എന്ന് പറയുന്നത്. These are the ascogenous hyphae. എവിടെ നിന്നാണ് ഉണ്ടായത്? From the dicaryotized ascogonium, non-septate protuberances are given out. These are called ascogenous hyphae. Into these hyphae, dicaryons migrate from the ascogonium. Okay, thus ascus formation is indirect. Ascus formation is indirect in ascomycotines. Clear? പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജില് ഡ്യൂറിങ് ആസ്കസ് ഫോർമേഷൻ ഹയർ എന്താ സംഭവിക്കുന്ന ഒരു ക്രോസിയർ ഫോം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആസ്കോജിനസ് ഹൈഫേ ഇതിങ്ങനെ റിക്കവർ ചെയ്തിട്ട് ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഡൈകാരിയോൺ കാണാം. ഓക്കെ, അപ്പൊ ഈ ഡൈകാരിയോൺ കാണാൻ പറ്റും. ദ ന്യൂക്ലിയർ ഓഫ് ദീസ് ഡൈകാരിയോൺ അണ്ടർഗോ കോൺജുഗേറ്റ് മൈറ്റോസിസ് ആൻഡ് ഫോം ഫോർ ന്യൂക്ലിയൈ. ഫോർ ന്യൂക്ലിയൈ ഉണ്ടാവുന്നു. ഡയഗ്രാം ഇവിടെ കണ്ട നോക്കിക്കേ. See, this is our first diagram. Ascogenous hyphae molar terminal position. You can see the dikaryon and the crozier is formed. Terminal hook-like portion. That is the ascogenous hyphae recover the crozier down. I have the dikaryon in the upper two nucleus of this dikaryon undergo
കോൺജുഗേറ്റ് മൈറ്റോസിസ്. മൈറ്റോസിസ് നടക്കുകയാണ് ചെയ്യുന്നത്. മൈറ്റോസിസ് നടന്നിട്ട് 4 ന്യൂക്ലിയസ് ആയി കണ്ടോ. മൈറ്റോസിസ് നടന്നു. അപ്പൊ അവിടെ എങ്ങനെയാണ് 4 ന്യൂക്ലിയസ് ഉണ്ടായി. ഓക്കെ, 4 ന്യൂക്ലിയ ഉണ്ടായി. വാൾ ഫോർമേഷൻ നടക്കുന്നു ആൻഡ് റിസൾട്ടിങ് ഇൻ ദി 3 സെൽസ്. അപ്പം 3 സെല്ലായി. ദിസ് ടെർമിനൽ ബേസൽ സെൽ എന്ന് പറയുന്നത് ഇതിന്റെ ബേസൽ സെൽ ഇല്ലേ, രണ്ടാമത്തെ സബ് ടെർമിനൽ സെല്ല്, പിന്നെ ബേസൽ സെൽ, ടെർമിനൽ ബേസൽ സെൽ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? terminal basal cell uninucleate, whereas subterminal middle cell will be binucleate. കണ്ടോ, subterminal middle cell ഫസ്റ്റ് ആ ക്രോസിയറിൽ കാണുന്നില്ലേ, subterminal middle cell മാത്രമാണ് ഇങ്ങനെ ബൈന്യൂക്ലിയേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ബൈന്യൂക്ലിയേറ്റ് subterminal cell is called arch cell അല്ലെങ്കിൽ ഹുക്ക് സെൽ എന്ന് പറയുന്നത്. ഹുക്ക് സെൽ. ഓക്കെ, ദീസ് ടു ന്യൂക്ലിയേറ്റ്. അപ്പം ഈ ഹുക്ക് സെല്ല്, അപ്പൊ ഈ രണ്ട് ഒന്ന് കണ്ടില്ലേ, ഒന്ന് ഡാർക്ക് കളറിൽ കാണുന്നുണ്ട്, ഒന്ന് ഇച്ചിരി റൗണ്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഡാർക്കനായിട്ട് കാണുന്നില്ല. അപ്പൊ ഇത് രണ്ട് പാരന്റൽ എന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. വൺ ഇസ് മെറ്റേണൽ ആൻഡ് അതർ ഇസ് പെറ്റേണൽ. അപ്പൊ ഈ ആർച്ച് സെൽ ആക്ട്സ് ആസ് ആസ്കസ് മദർ സെൽ. അപ്പൊ ഇതാണ് ആസ്കസ് മദർ സെൽ ആയിട്ട് ഫോം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ എന്ത് പറ്റും, ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയേറ്റ് യൂസ് ചെയ്തിട്ട് അത് അടുത്തതിൽ കണ്ടോ, ആദ്യത്തതിൽ കാരിയോഗമി, പിന്നെ മിയോസിസ് 1 എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്ത് ഫോംസ് ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സിൻകാരിയോൺ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ മിയോസിസ് 1, അപ്പൊ ദിസ് ഇസ് സിൻകാരിയോൺ. അപ്പൊ ഈ ആസ്കസ് മദർ സെൽ enlarges and becomes more or less club shaped structure. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഇതിങ്ങനെ നീണ്ടു വന്ന് ഒരു ക്ലബ് ഷേപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഈ ദിസ് ഇസ് സിൻകാരിയോൺ. പിന്നെ ഇത് ഏതുകൊണ്ട് അതിങ്ങനെ നീണ്ടു വരുന്നത് കണ്ടോ, ഇങ്ങനെ നീണ്ടു വരുന്നത് ഡിവിഷൻ നടക്കുന്നു. ഡിവിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് മിയോസിസ് ആണ് നടക്കുന്നത്, മിയോസിസ് 2. ദെൻ നെക്സ്റ്റ് ഡിവിഷൻ മൈറ്റോസിസ് നടക്കുന്നു. ഇതിങ്ങനെ നീണ്ട് ക്ലബ് ഷേപ്പ് ആയി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 4 വീണ്ടും 8 എണ്ണം ഉണ്ടെങ്കിലും അത് പാരന്റൽ ടൈപ്പ്, രണ്ട് പാരന്റൽ ടൈപ്പ് എന്നാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഫോംസ് 8 thin walled ascospores. 8 thin walled ascospores ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ആസ്കസ് അപ്പൊ ബെസീഡിയോമൈസെറ്റസിലാണ് ഈ ആസ്കോസ്പോർസ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് 8 ആസ്കോസ്പോർസ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മളിപ്പം പറഞ്ഞത്. നെക്സ്റ്റ് ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി. ആസ്കോമൈക്കോട്ടിന്റെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ആസ്കോകാർപ്പ്. ആസ്കോകാർപ്പ് 3 തരത്തിലുണ്ട്. namely അപ്പോത്തീഷ്യം, പെരിത്തീഷ്യം ആൻഡ് ക്ലീസ്റ്റോത്തീഷ്യം. അപ്പോ ഇതിന്റെ വേറൊന്നും പഠിക്കാനില്ല, ഇതിന്റെ ഷേപ്പ് മാത്രം നോക്കിയാൽ മതി. അപ്പോത്തീഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ കപ്പ് ഷേപ്ഡ് ഓപ്പണിംഗ് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. പിന്നെ പെരിത്തീഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്ലാസ് ഷേപ്പ്, കണ്ടില്ലേ, ഇത് ഫ്ലാസ് ഷേപ്പ്. അപ്പോത്തീഷ്യം ഏറ്റവും താഴെ കാണുന്നത് കപ്പ് ഷേപ്ഡ്. ആൻഡ് പെരിത്തീഷ്യം എന്ന് പറയുന്നത് ഫ്ലാസ് ഷേപ്പ് ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ക്ലീസ്റ്റോത്തീഷ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ഫ്രൂട്ടിംഗ് ബോഡിയാണ് കാണുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ അബൌട്ട് ആസ്കോമൈക്കോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ദെൻ നെക്സ്റ്റ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയിൽ മെച്ചൂർ ആസ്കോകാർപ്പ് ഇങ്ങനെ ഡിഹൈസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ലിബറേറ്റ് ചെയ്ത് ഒരു സ്ലിറ്റ് ലിബറേറ്റ് ചെയ്യാൻ ഇവിടെ പറയാനുണ്ട്. ആസ്കോസ്പോർസ് ഇത് കണ്ടോ, അങ്ങനെ ഈ ടിപ്പിലൂടെ ഓപ്പർക്കുള്ള മാസ്ക് പോറുണ്ട്, സ്ലിറ്റ് ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഒരു സെക്ടർ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതുവഴിയൊക്കെ അങ്ങനെ സ്പോർ ലിബറേറ്റ് ചെയ്യുന്നു. ആൻഡ് ലൈഫ് സൈക്കിൾ പാറ്റേൺ ഇപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് we can see about Basidiomycotina. It is also known as club fungi. Basidiomycotina common name as club fungi. അപ്പൊ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ആണ്. ഇതിലെ കോമൺലി നമ്മുടെ മഷ്റൂംസ് ഒക്കെ വരുന്നത്. മഷ്റൂം കമ്മിങ് അണ്ടർ Basidiomycotina. Basidiomycotina ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫംഗൈ ആണ്. മഷ്റൂം, ടോഡ്സ്റ്റോൾ, പഫ്ബോൾസ്, പിന്നെ ബ്രാക്കറ്റ് ഫംഗൈ, ഈ വുഡിലൊക്കെ നല്ല വലിപ്പത്തില് ഹാർഡായിട്ടുള്ള ഫംഗസ് ഒക്കെ വരുന്നില്ലേ, ഇത് സമാനിറ്റ പോയ്സണസ് ആണ്. ഇത് ഗാനോഡെർമ, അങ്ങനെ വേരിയസ് കോമൺലി കാണുന്ന ഫംഗസ് ഒക്കെ കമ്മിങ് അണ്ടർ മഷ്റൂം ലൈക്ക് ഫംഗസ്. അതെല്ലാം
ബെസീഡിയം മൈക്കോട്ടനയിലാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് അപ്പൊ ഈ ഇതിൽ തന്നെ പറഞ്ഞത് മോസ്റ്റ്ലി മൈസീലിയം എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്. പിന്നെ ബ്രാഞ്ച്ഡ് മൾട്ടിസെല്ലുലാർ ആണ്. ഡോളിപോർ സെപ്റ്റം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. വിത്ത് ഡോളിപോർ സെപ്റ്റം ബൈന്യൂക്ലിയേറ്റ് ആൻഡ് ക്ലാമ്പ് കണക്ഷൻസ് കാണുന്നുണ്ട്. ക്ലാമ്പ് കണക്ഷൻ, ഡോളിപോർ സെപ്റ്റം, ബൈന്യൂക്ലിയേറ്റ് സെല്ല്, ഇതൊക്കെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഫ്രൂട്ടിംഗ് ബോഡി ഇവിടെ പറയുന്നതാണ് ബെസീഡിയോ കാർപ്പ്. ആസ്കോകാർപ്പ് പറഞ്ഞില്ലേ ഇവിടെ അതുപോലെ ബെസീഡിയോ കാർപ്പ് വലിയ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് ബെസീഡിയ. അപ്പൊ ഈ ബെസീഡിയ ടെർമിനലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ബെസീഡിയോസ്പോർസ്. ഹാപ്ലോയിഡ് ബെസീഡിയോസ്പോർസ് ഉണ്ടാവും. സെക്ഷൽ സ്പോർസ് ദേ മേ ബി യൂണിന്യൂക്ലിയേറ്റ് ആയിരിക്കാം, യൂണിസെല്ലുലാർ ആയിരിക്കാം, ഹാപ്ലോയിഡ് ആണ്, നോൺ മോട്ടൈൽ ആണ് ബെസീഡിയോസ്പോർസ്. ഈ ബെസീഡിയോസ്പോർസ് എവിടെയാണ് ഉണ്ടാവുന്നത്? മോസ്റ്റ്ലി ദേ ആർ ബോൺ അറ്റ് ദി ടിപ്പ് ഓഫ് ദി മൾട്ടിന്യൂക്ലിയേറ്റ് സ്റ്റോക്സ്. മൾട്ടിന്യൂക്ലിയേറ്റ് സ്റ്റോക്സ് ഇതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ പേരാണ് സ്റ്റെറിക് മാറ്റ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈ ദി ഫോർമേഷൻ ഓഫ് കൊണീഡിയ, ഓയിഡിയ, ക്ലമൈഡോസ്പോർസ്, ആർത്രോസ്പോർസ് ആൻഡ് ജെർമേ. ഓക്കെ, പഠിച്ചേക്കുക. സ്റ്റെറിക് കൊണീഡിയ, ഓയിഡിയ, ക്ലമൈഡോസ്പോർസ്, ആർത്രോസ്പോർസ് ആൻഡ് ജെർമേ. അങ്ങനെയാണ്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വലിയതായിട്ട് കാണാവുന്നതൊന്നുമല്ല. എന്നാലും ഫ്യൂഷൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയർ ഓപ്പോസിറ്റ് സ്ട്രെയിൻസ് നടക്കുന്നുണ്ട്. ആൻഡ് അപ്പൊ ഒരു സെക്ഷൽ പ്രോസസ് ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേ ആർ ആബ്സെന്റ്. ക്ലിയർ? ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബിഗിൻസ് വിത്ത് പ്ലാസ്മോഗമി, ഡൈകാരിയോട്ടൈസേഷൻ, പിന്നെ കാരിയോഗമി നടക്കുന്നുണ്ട്, ദെൻ മിയോസിസ് നടക്കുന്നുണ്ട്. കാരിയോഗമി ആൻഡ് മിയോസിസ് നെവർ ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ പ്ലാസ്മോഗമി. ഓക്കെ, ശ്രദ്ധിക്കണം. Karyogyny, meiosis are never immediately followed by plasmogamy. Motile phase absent ആണ്. ഇവിടെ motile phase absent ആണ്. ഇനി ഇതിന്റെ വെജിറ്റേറിയൻ സ്ട്രക്ചർ അല്ലെങ്കിൽ പാലസ് എങ്ങനെയാണെന്ന് നോക്കാം. വെൽ ഡെവലപ്ഡ് ഫിലമെന്റർ മൈസീലിയം ആണ് കാണുന്നതിന്റെ കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് യെല്ലോ, ഓറഞ്ച് കളറിലൊക്കെ കാണാൻ പറ്റും. കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചിങ് അനാസ്റ്റമോസിംഗ് ഹൈപ്പേ ആണ് കാണുന്നത് ഇങ്ങനെ. അപ്പം ഈ ഹൈപ്പേ എവിടെയാണ്? ഇത് സബ്സ്ട്രാറ്റത്തിൽ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്തിട്ട് കാണാം. അവിടെ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ മൈസീലിയ ഇങ്ങനെ അതേപോലെ കോഡ്സ് അല്ലെങ്കിൽ സ്ട്രാൻഡ്സ് പോലെ ഉണ്ടാകും. ആർമിലേറിയ എക്സാമ്പിൾ. അതിന്റെ പേരാണ് റൈസോമോസ്. ഓക്കെ, റൈസോമോസ്. തിക് ഷീറ്റ് കാണാൻ പറ്റും ഇതില്. പിന്നെ adjacent cells are separated from each other by ഡോളിപോർ സെപ്റ്റ. ഡോളിപോർ സെപ്റ്റ. ഈ സെപ്റ്റത്തിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെയാണ് ഡോളിപോർ എന്ന് പറയുന്നത്. ഞാനൊരു ഗ്യാപ്പ് ഉണ്ട്, ഞാൻ മുന്നേ അതിന്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ പറഞ്ഞിരുന്നു. പാരന്തോസോം എന്ന് പറയുന്നത്. ദെൻ മൈസീലിയം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മൈസീലിയം ഓഫ് ബെസീലിയോമൈസിറ്റസ് എന്ന് പറയുന്ന 3 സ്റ്റേജസിൽ കാണാൻ പറ്റും ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റ്. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി മൈസീലിയം. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മോണോകാരിയോം. അപ്പൊ ജെർമിനേഷൻ ഓഫ് ബെസീലിയോസ്പോർസ് വഴിയാണ് ഈ പ്രൈമറി മൈസീലിയം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഹാപ്ലോയിഡ് ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ ആണ് കാണുന്നത്. റെപ്രസെന്റ്സ് പ്രൈമറി മൈസീലിയം ഹാപ്ലോയിഡ് ഫേസ്. അപ്പൊ ഇതിന് ക്യാൻ മൾട്ടിപ്ലൈ സെക്ഷലി ബൈ കൊണീഡിയ അല്ലെങ്കിൽ ഓയിഡിയ വഴി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. But it can never form basidia and basidiospores. Basidium, basidiosporum ഉണ്ടാക്കാൻ കഴിയില്ല. ആൻഡ് റസ്റ്റ് എന്ന് പറയുന്ന ഫംഗസുകളിൽ എങ്ങനെയാണ്? പ്രൈമറി മൈസീലിയം പ്രൊഡ്യൂസസ് സ്പെർമേഷ്യ ആൻഡ് സ്പെർമറ്റ്യൂഫോസ് in a flower shaped body called spermogonium. Spermogonium ഏതിലാണ്? റസ്റ്റ് ഫംഗസിൽ കാണുന്നതാണ് സ്പെർമോഗോണിയം. ക്ലിയർ? സെക്കൻഡറി മൈസീലിയം. അപ്പൊ ഇത് സെക്കൻഡറി മൈസീലിയം എന്ന് പറയുന്നത് ഇവിടെ ബൈന്യൂക്ലിയേറ്റ് ആണ്. ബൈന്യൂക്ലിയേറ്റ് ഹൈഫയാണ് കാണുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് ഡൈകാരിയോട്ടിക് ഫേസ്. അപ്പൊ ഈ ഡൈകാരിയോട്ടിക് അത് എങ്ങനെയാണ് നടക്കുന്നത്? യൂണിയൻ ബിറ്റ്വീൻ ടു പ്രൈമറി ഹൈഫേ ഓഫ് ഓപ്പോസിറ്റ് സ്ട്രെയിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ സൊമാറ്റോഗമി പോപ്പുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് ന്യൂക്ലിയേറ്റ് സെൽസ് ഓഫ് പ്രൈമറി ഹൈഫേ ഓഫ് ഓപ്പോസിറ്റ് സ്ട്രെയിൻസ് ഉള്ളത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്നത് ഫ്യൂഷൻ ബിറ്റ്വീൻ ജേം ട്യൂബ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവും. ഫ്യൂഷൻ ബിറ്റ്വീൻ ടു ബെസീഡിയോസ്പോർസ് ആൻഡ് ഫ്യൂഷൻ ബിറ്റ്വീൻ ബെസീഡിയ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ജെർമിനേഷൻ. Fusion between two basidiospores. പിന്നെ fusion between two basidia that are formed by the germination of spores of opposite strains.
ബെസീലിയ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നതാണ്. These are the structures. First one is primary mycelium. They കണ്ടില്ലേ primary mycelium. പ്രൈമറി മൈസീലിയം എന്ന് പറയുന്നത് മോണോകാരിയോൺ ആണ്. ബെസിലിയോസ്പോറിന്റെ ജെർമിനേഷൻ വഴി ഉണ്ടായത്. സെക്കൻഡറി മൈസീലിയം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഡൈകാരിയോൺ ആണ്. അപ്പൊ ഇറ്റ് ഈസ് ദ ബൈന്യൂക്ലിയേറ്റ് ആണ്. കാണുന്നില്ലേ ബൈന്യൂക്ലിയേറ്റ് സെൽസ്. അപ്പൊ റെപ്രസെന്റ്സ് ദി ഡൈകാരിയോട്ടിക് ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ. ഡൈകാരിയോൺ. ടെർഷ്യറി മൈസീലിയം എന്ന് പറയുന്നത് ജസ്റ്റ് കോംപ്ലക്സ് ആണ്. സെക്കൻഡറി മൈസീലിയം ഡൈകാരിയോട്ടിക്. കോമൺ പ്രോട്ടീൻ ബോഡീസിൽ മെയിൻലി പ്രോട്ടീൻ ബോഡീസിലൊക്കെയാണ് ടെർഷ്യറി മൈസീലിയം കാണുന്നത്. സെക്കൻഡറി മൈസീലിയം ആണ് ഇത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതില്? ടെർഷ്യറി മൈസീലിയത്തില്. ക്ലിയർ ആയില്ലേ? See the fusion between two germ tubes. Plus and minus strains. Fusion of secondary mycelium എങ്ങനെയാണ് നടക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി അടുത്തതാണ് ക്ലാംപ് കണക്ഷൻ. ബെസിലിയോമൈസെറ്റസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ക്ലാംപ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു ബ്രിഡ്ജ് ലൈക്ക് ബാക്ക്വേർഡ് ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ ഇങ്ങനെ ഒരു ബാക്ക്വേർഡ് ഔട്ട്ഗ്രോത്ത്, മുകളിലേക്കല്ല വളരുന്നത്, താഴോട്ട് ബാക്ക്വേർഡ് ഔട്ട്ഗ്രോത്ത് ആണ് കാണുന്നത്. അപ്പൊ ഈ ക്ലാംപ് കണക്ഷനിലൂടെ എന്താ സംഭവിക്കുന്നത്? ഈ ഡൈകാരിയോട്ടിക് സെല്ല്, അതായത് ഇതിനൊരു പാസേജ് അല്ലെങ്കിൽ ക്ലാംപ് കണക്ഷൻ ഈസ് സെർവിങ് ആസ് എ ബൈപാസ് ഫോർ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കണ്ടോ, ഈ ന്യൂക്ലിയസിന് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വഴിയൊന്നുമില്ല. അപ്പൊ ഈ ഒരു ക്ലാമ്പ് ഇവിടെ ഇങ്ങനെ ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ എന്താ ഈ ന്യൂക്ലിയസ് മുകളിൽ കിടക്കുന്ന ഈ ന്യൂക്ലിയസിന് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഇതിന് ഇപ്പൊ ഇവിടെ ഈ സെപ്റ്റ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട, അവിടെ ഒരു സെപ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലാമ്പ്, ഒരു ബാക്ക് റൂട്ട് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഉണ്ടോ. അപ്പൊ ഇവിടെ ക്ലാമ്പ് കണക്ഷൻ എന്ന് പറയുന്നത് ബൈപാസ് ഫോർ ന്യൂക്ലിയസ് ആയിട്ട് ഫോം ചെയ്യുന്നു. സെപ്റ്റൽ പോറിലൂടെ പാസ് ചെയ്യാൻ പറ്റാത്ത ന്യൂക്ലിയസിന് ഇങ്ങനെ ബൈപാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാമ്പ് കണക്ഷൻ ഉണ്ടാകുന്നത്. Then next about reproduction. റീപ്രൊഡക്ഷൻ 3 തരത്തിൽ നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡിങ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ദി ഫോർമേഷൻ ഓഫ് കൊണീഡിയ. അധികം ബെസിലിയോമൈസെറ്റസിൽ കാണുന്നില്ല. ദെൻ ഓയിഡിയ ഫോം ചെയ്യുന്നുണ്ട്. ഓയിഡിയ എന്ന് പറയുന്നത് സ്മോൾ ഇൻവോൾവ് യൂണിസെല്ലുലാർ ഫ്രാഗ്മെന്റ്സ് ആണ് ഓയിഡിയ. അപ്പൊ യൂണിനോക്ലിയേറ്റ്. അപ്പം ചില സ്പീഷീസിൽ ഓയിഡിയ ഫോംഡ് ഇൻ ഷോർട്ട് ഹൈസൽ ബ്രാഞ്ചസ്. ഹൈസൽ ബ്രാഞ്ചസിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഓയിഡിയോഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓയിഡിയോഫോഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് ക്ലമാഡോസ്പോർസ്. ക്ലമാഡോസ്പോർസ് എന്ന് പറയുന്നത് they are thick walled and diploid structures found in the species of mushroom. മഷ്റൂംസിലൊക്കെ കാണുന്നത്. മഷ്റൂംസ് പറഞ്ഞാൽ എല്ലാ മഷ്റൂംസിലൊന്നുമല്ല. നിക്റ്റാലിസ് എസ്റ്റുഫോറസ് എന്ന് പറയുന്നത്. അപ്പൊ പൗഡറി ലെയേഴ്സ് ഫോം ചെയ്യും. പൗഡറി ലെയേഴ്സ് ക്ലമാഡോസ്പോർസ്. ദെൻ പിന്നെ അടുത്തതാണ് ആർത്രോസ്പോർസ്. ആർത്രോസ്പോർസ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഹൈപ്പൽ ഫ്രാഗ്മെന്റ്സിനെയാണ്. അപ്പൊ ഈ അതിന് ഡയറക്ട്ലി ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ മൈസീലിയ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദി എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്. കൊണീഡിയ ഫോം ചെയ്യുന്നുണ്ട്, ദെൻ ഓയിഡിയ ഫോം ചെയ്യുന്നുണ്ട്, ക്ലമാഡോസ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്, ആർത്രോസ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്. Then next we can see about sexual reproduction. Sexual reproduction എന്ന് പറയുന്നത് well defined sexuality and well defined sex organs are absent in Basidiomycotina. Okay, Basidiomycotina sex organs ഒക്കെ absent ആണ്. എന്നാൽ റിസപ്റ്റീവ് ഹൈറ്റ് ഫീമെയിലും മെയിൽ ഹൈറ്റ് സ്പെർമാഷ്യ. അപ്പം അത് റസ്റ്റിൽ കാണുന്നുണ്ട്. സെക്സ് ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് റസ്റ്റ് ഫംഗസിൽ. ബെസിഡിയോമൈക്കോട്ടിനയില് പ്രൈമറി ഹൈറ്റ് ഒയിഡിയ അല്ലെങ്കിൽ ബെസിഡിയോസ്പോർസ് മുന്നേ പറഞ്ഞെടുത്ത്. അപ്പൊ ഈ ബെസിഡിയോ പ്രൈമറി ഹൈറ്റ് അല്ലെങ്കിൽ ഒയിഡിയ അല്ലെങ്കിൽ ബെസിഡിയോസ്പോർസ് ആണ് എന്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്? സെക്സ് സെൽസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് നടക്കുന്നുണ്ട്? പ്ലാസ്മോഗമി നടക്കുന്നുണ്ട്, കാരിയോഗമി നടക്കുന്നുണ്ട്, ദെൻ മിയോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, പ്ലാസ്മോഗമി എന്ന് പറയുന്നത് 2 മെത്തേഡിൽ നടക്കുന്നുണ്ട്. ഒന്ന് സൊമാറ്റോഗമി ആൻഡ് സ്പെർമറ്റൈസേഷൻ. സൊമാറ്റോഗമി ഉണ്ട്, സ്പെർമറ്റൈസേഷൻ. സൊമാറ്റോഗമി എന്ന് പറയുമ്പോൾ അവിടെ സെക്സ് ഓർഗൻസോ അല്ലെങ്കിൽ സെക്ഷൽ പ്രോസസ് ഒന്നും കാണില്ല. ബട്ട് നോ സെക്സ് ഓർഗൻസ്. ബട്ട്
spermatization, fusion, sexual fusion, fusion occurs between spermatium. One strain another strain and opposite strain fuse ചെയ്യുന്ന പ്രോസസ് spermatization നമ്മൾ മുന്നേ പറഞ്ഞതാണ്. Okay. Then karyogamy നടക്കുന്നുണ്ട്. It is much related. Karyogamy എന്ന് പറയുന്നത് എങ്ങനെയാ നടക്കുന്നത്? Existence of prolonged dikaryotic phase. Much related due to the existence of prolonged dikaryotic phase. It occurs in young basidia. Young basidiലാണ് കാരിയോഗമി നടക്കുന്നത്, അല്ലെങ്കിൽ ടീലിയോസ്പോർസില്. പിന്നെ മിയോസിസ് നടക്കുന്നു. മിയോസിസ് എന്ന് പറയുന്നത് മിയോസിസ് immediately follows karyogamy for the production of basidiospores. അപ്പോൾ basidiospores ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. കാരിയോഗമി നടക്കുന്നുണ്ട്, മിയോസിസ് നടക്കുന്നുണ്ട്. കാരിയോഗമി മിയോസിസ് ഒക്കെ നടന്നിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ബെസീഡിയോസ്പോർസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബെസീഡിയോസ്പോർസ് എന്ന് പറയുന്ന സ്മോൾ ഔട്ട്ഗ്രോത്ത്സ്. അപ്പം ഈ ബെസീഡിയോസ്പോർസ് ഇങ്ങനെ ഹൈപ്പയില് ടിപ്പില് മോസ്റ്റ്ലി ഒരു സ്വള്ളൻ ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ബെസീഡിയം എന്ന് പറയുന്നത്. അപ്പൊ ദേ ആർ കോൾഡ് സ്റ്റെറിഗ്മാറ്റ and they are into each of them haploid nucleus migrate. ഈ സ്റ്റെറിഗ്മാറ്റയിലെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെറിഗ്മാറ്റ സ്വെല്ലിങ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ബെസീഡിയോസ്പോർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ ബെസീഡിയോസ്പോർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബെസീഡിയോസ്പോർസ് എന്ന് പറയുന്നത് സ്മോൾ തിൻ വോൾഡ് ഹാപ്ലോയിഡ് യൂണിന്യൂക്ലിയേറ്റ് കണ്ടില്ലേ? ബെസീഡിയോസ്പോർസ് ആണ് മുകളിലിരിക്കുന്ന ടിപ്പിലൊക്കെ കാണുന്നത്. ബെസീഡിയോസ്പോർസ് കാണുന്നില്ലേ ടെർമിനൽ പൊസിഷനില്? ഇപ്പൊ ഈ ബെസീഡിയത്തില് ബെസീഡിയത്തില് 4 ബെസീഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ. പക്ഷെ ഇങ്ങനെ സ്മട്സില് കൂടുതൽ ബെസീഡിയോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൊറാഡിയ എന്ന് പറയുന്ന ബെസീഡിയോസ്പോർസ് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബെസീഡിയോസ്പോർസ് ഈ സ്റ്റെറിഗ്മാറ്റയിൽ വെള്ളത്തിലോ ഇങ്ങനെ വിൻഡോ വഴി ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് അൺഫേവറബിൾ കണ്ടീഷൻ അതങ്ങനെ തന്നെ ഇരിക്കും. ഫേവറബിൾ കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ ബെസീഡിയോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജെർം ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നു ആൻഡ് പുതിയ മൈസീലിയായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ എക്സ്പ്ലോസീവ് ഡിസ്ചാർജ് ആണ് ഇവിടെ നടക്കുന്നത്. വാട്ടർ ബബിള് അതിന്റെ ബേസൽ എൻഡില് വന്ന് വീഴുമ്പോൾ ഡെവലപ്സ് പ്രഷർ. അതിങ്ങനെ എക്സ്പ്ലോഡ് ചെയ്ത് വീഴുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബെസീഡിയ 2 തരത്തിലുണ്ട്. ഒന്ന് ഹോളോ ബെസീഡിയ ആൻഡ് സെക്കൻഡ് വൺ ഇസ് പ്രാഗ്മോബെസീഡിയ. ഹോളോ ബെസീഡിയ സിലിണ്ടറിക്കൽ നോൺ സെപ്പറേറ്റ് ആണ്, അപ്പിക്കലി റൗണ്ട് ഷേപ്ഡ് ആണ് ഉണ്ടാവുന്നത്. ഹോളോ ബെസീഡിയ കണ്ടോ? ഹോളോ ബെസീഡിയം. അപ്പം ഇത് ഇലോങ്ങേറ്റ് ആയിരിക്കും, സ്ലെൻഡർ ആയിരിക്കും ആൻഡ് ബൈന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. പിന്നെയാണ് ഇത് ടെർമിനലില് കണ്ടോ ബെസീഡിയോസ്പോർസ് ഇങ്ങനെ 4 ഉണ്ടാവുന്നത്. അപ്പൊ ഈ 2 ന്യൂക്ലിയസ് യൂസ്ഡ് ഫോം ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ്. അതിനെയാണ് കാരിയോഗമി എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് ഫ്യൂഷൻ ന്യൂക്ലിയസ്. അപ്പൊ ആദ്യത്തെ ടെർമിനൽ ഡൈകാരിയോൺ ഉണ്ടാവുന്നു. ഫ്യൂസ് ചെയ്ത് യങ് ബെസീഡിയത്തില് ഫ്യൂസ് ചെയ്തു ഉണ്ടോ? each of them swells terminally. ബെസീഡിയോസ്പോർ ഇനീഷ്യൽ ആയിട്ട് ഫോം ചെയ്യാണ്. അപ്പൊ ഈ ഓരോ ഇനീഷ്യലിനും ന്യൂക്ലിയസ് കിട്ടുന്നുണ്ട് ആൻഡ് ബിക്കംസ് ബെസീഡിയോസ്പോർസ്. അപ്പൊ ഈ ബെസീഡിയോസ്പോർസ് എന്ന് പറയുന്നത് appears for exogenous അല്ലെങ്കിൽ ഈ ബെസീഡിയോസ്പോർസ് they are produced exogenously. ഈ സ്റ്റെറിഗ്മാറ്റയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. ഈ 4 സ്പോർസ് are formed at the mature basidium exogenously. ഓക്കെ. അങ്ങനെയാണ് ഹോളോ ബെസീഡിയം കാണുന്നത്. നെക്സ്റ്റ് പ്രാഗ്മോബെസീഡിയം എന്ന് പറയുന്നത്
ഇവിടെ ഇലോങ്ങേറ്റഡ് സിലിണ്ടറിക്കൽ സെപ്റ്റേറ്റ് തന്നെയാണ് കാണുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് റസ്റ്റ് ആൻഡ് സ്മട്ട് ആണ്. റസ്റ്റിന്റെ സ്മട്ടിന്റെ ഇങ്ങനെ they are developed from a special binucleate spores called celiosspores എന്ന്, അല്ലെങ്കിൽ ടെലുറ്റോസൊറാഞ്ചിയ, ടെലുറ്റോഗോണിയ അതെന്നെല്ലാം ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്, 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോബസീഡിയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രോബസീഡിയം കണ്ടില്ലേ, യങ് ബസീഡിയം, അതേപോലെ തന്നെ പ്രോബസീഡിയം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ ഈ പ്രോബസീഡിയം അണ്ടർഗോസ് സെപ്റ്റേഷൻ ആൻഡ് ബിക്കം 4 സെൽ, സെപ്റ്റ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബസീഡിയം ഉണ്ടാവുന്നതിന് പകരം പ്രാഗ്മോബസീഡിയം സെപ്റ്റ ഫോം ചെയ്തിട്ട് 4 സെല്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റെറിഗ്മ ഡെവലപ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സെൽ. ഈ സ്റ്റെറിഗ്മ ഇവിടെയാണ് 4 സൈഡിലും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയസ് ആ സ്റ്റെറിഗ്മയുടെ സൈഡിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ബസീഡിയോസ്പോർ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മെച്യൂരിറ്റി എത്തുമ്പോൾ ഈ സ്റ്റെറിഗ്മാറ്റന്ന് ദ സ്പോർസ് ഗെറ്റ് ഇജക്റ്റഡ് ഫ്രം ദി സ്റ്റെറിഗ്മാറ്റ. അപ്പൊ അവിടെ നിന്ന് ഇജക്ട് ചെയ്തിട്ട് പുതിയൊരു മൈസീലിയ ആയിട്ട് ജെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then about life cycle നോക്കുകയാണെങ്കിൽ 3 ഫേസ് ഉണ്ട്. ബസീഡിയോസ്പോർ ഫോം ചെയ്യുന്നുണ്ട്, ദെൻ പ്രൈമറി മൈസീലിയം ഉണ്ട്, സെക്കൻഡറി മൈസീലിയം ഉണ്ട്. ഓക്കെ, ബസീഡിയോസ്പോർസ് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പോർ എങ്ങനെയാണ് പ്രൈമറി മൈസീലിയം കണ്ടെയ്ൻസ് ദിസ് മൈസീലിയം എന്ന് പറയുന്നത് ഹൈഫ ആർ മോണോകാരിയോട്ടിക് ആയിട്ടുള്ള ഹൈഫയാണ്. ആൻഡ് അപ്പൊ ഇതിങ്ങനെ വളർന്നു വരുമ്പം ഓപ്പോസിറ്റ് മേറ്റിംഗ് ടൈപ്പ് ഉള്ളത് കാണുമ്പോൾ ഇറ്റ് ഫോംസ് സെക്കൻഡറി മൈസീലിയം ഉണ്ടാകുന്നു. അങ്ങനെ ഡൈകാരിയോട്ടിക് അല്ലെങ്കിൽ ബൈന്യൂക്ലിയേറ്റ് സെല്ല് ഫോം ചെയ്യുന്നു. അപ്പൊ ഈ 2 ന്യൂക്ലിയൈ ഓഫ് ഡിഫറെന്റ് മേറ്റിംഗ് ടൈപ്പ് ആണെങ്കിൽ ടു ന്യൂക്ലിയർ ഓഫ് ഈ സെൽസ് ഫോംസ് ഡിഫറെന്റ് മേറ്റിംഗ് ടൈപ്പ്. ചിലത് സെക്കൻഡറി മൈസീലിയത്തിലെ സെൽസ് ഇങ്ങനെ ഫോം ചെയ്തിട്ട് ബസീഡിയോ കാർപ്പ് ഫോം ചെയ്യുന്നു. ഈ ബസീഡിയോ കാർപ്പിലാണ് ബസീഡിയ കാണുന്നത്. ഓക്കെ, ബസീഡിയോ കാർപ്പ്. ഇൻസൈഡ് ദി ബസീഡിയോ കാർപ്പ് യു ക്യാൻ സീ ബസീഡിയ. അപ്പൊ ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ഫ്രൂട്ടിംഗ് ബോഡി. ബസീഡിയോമൈസെറ്റസിലെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്നത്. Or it is also known as sporophores, fruiting body, and higher basidiomycetes. അപ്പൊ അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? സെക്കൻഡറി മൈസീലിയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഫ്രൂട്ടിംഗ് ബോഡി. ഈ ബസീഡിയോ കാർപ്സ് സെൻട്രൽ സ്റ്റോക്ക് സെൽ ഉണ്ട്, അതിന്റെ പേരാണ് ടൈപ്പ് ആൻഡ് ക്യാപ് കോൾഡ് പൈലിയസ് ഉണ്ടാവുന്നത്. മഷ്റൂമിൽ കണ്ടില്ലേ അംബർല ലൈക്ക് ഷേപ്പ്. അപ്പം അത് ഇപ്പൊ ലോവർ സൈഡിൽ യു ക്യാൻ സീ പൈലിയസ്, അവിടെ ധാരാളമായിട്ട് ഗിൽസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലെമല്ലേ അവിടെ ഇറ്റ് ഇസ് ലൈൻഡ് ബൈ തൗസൻഡ്സ് ഓഫ് ബസീഡിയ. അപ്പൊ ഈച്ച് ബസീഡിയം കണ്ടെയ്ൻസ് 4 ബസീഡിയോസ്പോർസ്. 4 ബസീഡിയോസ്പോർസ് ഉണ്ട്, ഒന്ന് പ്ലസും ഒന്ന് മൈനസ് സ്ട്രെയിൻസും ഉള്ള the tip of the stalks called sterigmata. ബസീഡിയോസ്പോർസ് ഉണ്ട്, ബസീഡിയ അല്ലെങ്കിൽ ബസീഡിയോസ്പോർസ് ഓപ്പോസിറ്റ് സ്ട്രെയിൻസിലാണ് കാണുന്നത്. At the tips of 4 stalks called sterigmata. The basidia are formed in a definite layer called hymenium. So that's all about basidiomycetes. And economically important ആയിട്ടുള്ള ഫംഗസ് ആണ് basidiomycetes. several mushrooms, പിന്നെ അതുപോലെ മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോംസ് that is fungi. Then പിന്നെ അതുപോലെ തന്നെ പാരസിറ്റിക് ഫോംസ് that is rust causing, smut causing fungus ഒക്കെ ധാരാളമായിട്ടുണ്ട്. Then next is about അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടെ കഴിഞ്ഞു Deuteromycotina. Deuteromycotina it is also known as fungi imperfecta. കാരണം എന്താണെന്ന് വെച്ചാൽ മൈസീലിയം എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്, റീപ്രൊഡക്ഷൻ ഇറ്റ് ഇസ് അസെക്ഷൽ ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്, ഓർ പെർഫെക്റ്റ് സ്റ്റേജ് ആബ്സെന്റ് ആണ്, അതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മൈസീലിയം ഇസ് ഇൻകംപ്ലീറ്റ് and consist of only asexual or imperfect stages മാത്രമേ കാണുന്നുള്ളൂ. These are the examples കണ്ടില്ലേ. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറിയ,
Cercospora, Helminthosporium, Fusarium, Pestalozia. അതൊക്കെയാണ് എക്സാമ്പിൾസ്. ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെക്ഷൽ സ്പോർസ് ആബ്സെന്റ് ആണ്. പിന്നെ സെൽസ് ആർ യൂഷ്വലി മൾട്ടിന്യൂക്ലിയേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഡോളിപോർ സെപ്റ്റ. കോമണസ്റ്റ് മെത്തേഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കൊണീഡിയ. കൊണീഡിയ ഫോം ചെയ്യുന്നുണ്ട്. Conidia pores, they remain scattered and free from each other, may get grains from the Synema, Poropodia and Pycnidia. Presence of thalospores. ഇപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ പിന്നെ സൊമാറ്റിക് സ്ട്രക്ചേഴ്സ് മൈസീലിയം എങ്ങനെയാണ്? സെപ്റ്റേറ്റ് ആണ്, സെല്ലുലാർ ആണ്, ബ്രാഞ്ച്ഡ് ആണ്, യൂഷ്വലി separated from each other by dolichopore septa. Reproduction എന്ന് പറയുന്നത് reproduction takes place by asexual reproduction. Here asexual reproduction വഴിയാണ് നടക്കുന്നത്. No sexual stages ഒന്നും report ചെയ്തിട്ടില്ല. No sexual stages has been reported. Okay, in the absence of sexual reproduction, genetic variations are brought about by mutation and heterokaryosis. Heterokaryosis എന്ന് പറയുന്നത് ഡ്യൂട്രോമൈക്കോട്ടയിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. കാരണം ഇവിടെ സെക്ഷൽ സ്റ്റേജസ് ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൽ സ്റ്റേജസ് ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പം ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കണമല്ലോ. അപ്പൊ അങ്ങനെ രണ്ട് ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ മീറ്റ് ചെയ്തിട്ട് ജനറ്റിക് വേരിയേഷൻസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അവിടെ അതിന് വേണ്ടി കാണുന്ന ഫിനോമിനനാണ് ഹെട്രോകാരിയോസിസ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫിനോമിനാണ് പാരസെക്ഷൽ ഫിനോമിന എന്ന് പറയുന്നത്. സെവറൽ ഇംപെർഫെക്റ്റ് ഫംഗൈ ഡ്യൂട്രോമൈക്കോട്ടയിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഹെട്രോകാരിയോസിസ് ആൻഡ് പാരസെക്ഷുവാലിറ്റി. ക്ലിയർ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ബൈ ദി ഫോർമേഷൻ ഓഫ് കൊണീഡിയ. കൊണീഡിയ എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്. നോൺ മോട്ടൈൽ അസെക്ഷൽ സ്പോർസ് ആണ്. ഓക്കെ, അറേഞ്ച്മെന്റ് ഓഫ് കൊണീഡിയോപോർസ്. അപ്പൊ ഇത് നോക്കണം. അറേഞ്ച്മെന്റ് ഓഫ് കൊണീഡിയോപോർസ് എന്ന് പറയുന്നത് ഇതുകൂടെയുള്ളൂ. അപ്പം വേരിയബിൾ ഫോംസ് അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് പ്രീ കൊണീഡിയസ് പോർസ്. എന്ന് വെച്ചാൽ പ്രീ പറയുന്ന പോലെ തന്നെ ലൂസ്ലി സ്കാറ്റേർഡ് ഇറഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സിനിമ എന്ന് പറയുന്നത് കോമ്പാക്ട് കൊണീഡിയോപോർസ് ആണ്. ആൻഡ് കൊണീഡിയോപോർസ് ക്ലോസ് ടു ഈച്ച് അതർ, അതായത് ദേ ആർ സിമെന്റഡ്, എല്ലാം കൂടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ആണെന്ന് കാണുന്നത്. ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും ഇൻ എ സ്ട്രോമ ഓർ ഹൈഫൽ മാസ്. ഓക്കെ, അതിനെയാണ് സ്പോറോപോഡിയ എന്ന് പറയുന്നത്. സിനിമയും അതുപോലെ തന്നെയാണ്. സിനിമ കോമ്പാക്ട് ഇങ്ങനെ എല്ലാം കൂടെ ക്ലോസ്ലി സിമെന്റ് ചെയ്തിട്ട് കാണുന്നത്. സ്പോറോപോഡിയ എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പിന്റെ വ്യത്യാസം ബാരൽ ഷേപ്ഡ് ആണ്. സ്പോറോപോഡിയ ഓർ ഹെമിസ്ഫെറിക്കൽ അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. ഹെമിസ്ഫെറിക്കൽ അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. കൊണീഡിയോപോർസ്. In fact, masses of conidiopods are tightly packed. Pycnidia അല്ലെങ്കിൽ ഫ്ലാസ്ക് ഷേപ്പ് സ്ട്രക്ചേഴ്സ്. Pycnidia മുന്നേ പറഞ്ഞ സെക്ഷൽ പ്രാക്ടിഫിക്കേഷൻസ്, ടെർമിനൽ ഓപ്പണിംഗ് ഉണ്ട്, ഓസ്റ്റിയോൾസ്. These are conidiopods, often called pycnidiospores or pycnospores. പിന്നെ അടുത്തതാണ് അസർബുലെ. These are അസർബുലെ. ഇതെല്ലാം നമ്മൾ മുന്നേ ബെസിലിയ മൈക്കോട്ടണയിൽ പറഞ്ഞത് തന്നെയാണ്. അസർബുലെ എന്ന് പറയുന്ന സോസർ ഷേപ്പ് സ്ട്രക്ചേഴ്സ് ആണ്. Composed of somatic mass of hyphae and fertile layer of conidiopods. The conidiopods are arranged from a disc of closely packed hyphae known as stroma. Okay, അപ്പൊ അത്രയേ ഉള്ളൂ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ പ്രാക്ടിഫിക്കേഷൻസ്. അപ്പൊ ഇതെല്ലാം ഡ്യൂട്രോമൈക്കോട്ടണയിൽ എന്താന്ന് വെച്ചാല് ഫംഗൈ ഇംപെർഫെക്റ്റ്, മൈസീലിയം സെപ്റ്റേറ്റ് റീപ്രൊഡക്ഷൻ, സെപ്റ്റേറ്റ് ആണ്, റീപ്രൊഡക്ഷൻ ആണ്, ഫുള്ളി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുക. ഔട്ടർനറിയ, സെർക്കോസ്പോറ, ഹെൽമിന്തോസ്പോറിയം, ഫ്യൂസേറിയം, പെസ്റ്റലോസിയ എന്ന് പറയുന്ന എക്സാമ്പിൾസ്. പിന്നെ ഇതിൽ ഹെട്രോകാരിയോസിസ് ഉണ്ട്, പാരാസെക്ഷുവാലിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ അതിന്റെ സെക്ഷൽ പ്രാക്ടിഫിക്കേഷന്റെ സ്ട്രക്ചേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കുക. അത്രേ ഉള്ളൂ ഈ ഡ്യൂട്രോമൈക്കോട്ടണിയില്. ആൻഡ് ഇപ്പൊ നമ്മുടെ ഫംഗസില് മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.